മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ വേണമെന്നുള്ളതാണ്. എനിക്ക് അറിഞ്ഞൂടെ എനിക്ക് എന്താ പറ്റുന്നത്, കാരണം നല്ല ടെൻഷൻ ഉണ്ട്, എന്താവും എങ്ങനെയാവും എന്നൊക്കെ അറിയില്ല. ഹലോ, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ അതിന് പിന്നിൽ ഒരു റീസൺ ഉണ്ട്. ഇത്രയും കാലം ഞാൻ കാത്തിരുന്നിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ ഞാൻ റിവീൽ ചെയ്യാൻ പോണ്. അത്രയും സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നി അത് നിങ്ങളും കൂടെ അറിയണം എന്നുള്ള കാര്യം കേട്ടോ. അതിന് മുന്നേ നിങ്ങൾ കാണുന്നത് പുതിയ ആളുകളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പലർക്കും അറിയുന്ന കാര്യമാണ്, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ടുണ്ട് കേട്ടോ. 2021 സെപ്റ്റംബർ 11 ആയിരുന്നു കല്യാണം. ആ കൊറോണയുടെ ടൈം ആയതുകൊണ്ട് തന്നെ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത കുറച്ച് ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള കല്യാണമായിരുന്നു. അറേഞ്ച്ഡ് മാരേജ് അല്ല, ലവ് പ്ലസ് അറേഞ്ച്ഡ് മാരേജ് ആണ്. പലർക്കും പക്ഷെ അറിയില്ല കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും പലർക്കും അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചും കൂടെ അറിയാം. കാരണം കുറേ മുന്നേ ഞാൻ ഞങ്ങളുടെ സേവ് ദ ഡേറ്റിന്റെ ഒക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പലരും ചോദിക്കുന്ന കാര്യം എന്താ വെച്ചാല്, എന്തുകൊണ്ടാണ് ഹസ്ബൻഡിനെ വീഡിയോസിൽ ഉൾപ്പെടുത്താത്തത്, അല്ലെങ്കിൽ ലൈവ് വരുമ്പോൾ ഹസ്ബൻഡിന് വീഡിയോയിൽ കാണിക്കാത്ത എന്താ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. വേറെ ഒന്നുമല്ല, ആള് ഭയങ്കര ഷൈ ആണ്. ക്യാമറയുടെ മുന്നിൽ ആള് ഭയങ്കര ഷൈ ആണ്. എന്നാൽ ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും എനിക്ക് വീഡിയോ എടുത്തു തരലും എന്നെ ഭയങ്കരമായിട്ട് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള സംഭവത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡാണ് കേട്ടോ. അപ്പൊ ഇനി നിങ്ങളോട് റിവീൽ ചെയ്യാനുള്ള ഒരു ഹാപ്പി ന്യൂസ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അതെ ഇതാണ് കേട്ടോ. ഇതാണ് എനിക്ക് നിങ്ങളോട് റിവീൽ ചെയ്യാനുള്ള ആ ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത്. അതേ ഫൈനലി ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഒരു ന്യൂ ജൂനിയർ വേർഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് റിവീൽ ചെയ്യാൻ വെച്ചിട്ടുള്ള ഹാപ്പി ന്യൂസ് കേട്ടോ. ഓൾറെഡി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ടെസ്റ്റ് ചെയ്യുന്ന. അത്രയ്ക്കും സന്തോഷത്തോട് കൂടിയിട്ടാണ്. കാരണം 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കല്യാണം കഴിഞ്ഞാൽ കുട്ടികളായില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹാപ്പി ന്യൂസ് പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോൾ അത് ഭയങ്കര സന്തോഷം തന്നെയാണ്. ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ 14 ആഴ്ചയും 6 ദിവസമായിട്ടുണ്ട്. അതായത് 4-ാം മാസത്തിലൂടെയാണ് ഞാൻ ഈ കടന്നു പോകുന്നത്. അതിന് മുന്നേയുള്ള 3 മാസം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അയ്യോ ഒരു രക്ഷയില്ലാത്ത മാസമായിരുന്നു. അപ്പൊ നമുക്കറിയാം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഈ സമയത്ത് ഉണ്ടാവുക. അപ്പോൾ പ്രഗ്നന്റ് ആയിട്ടുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഡെലിവറി കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയണേ. അപ്പോൾ ഫസ്റ്റത്തെ ഒരു 2 മാസം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ എനിക്ക് എന്താ പറ്റുന്നത്, കാരണം ബോഡി ഭയങ്കര വീക്കാവുന്നു, ഏതു നേരവും കിടക്കാൻ തോന്നുന്നു, ക്ഷീണം വരുന്നു, തലമിന്നൽ വരുന്നു. ഛർദി ഇല്ലായിരുന്നു, പക്ഷെ ഓക്കാനെന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ചില ഫുഡ് പോലും എനിക്ക് പറ്റില്ലായിരുന്നു. ചില ദിവസം ആ ഫുഡ് പറ്റും, ചില ദിവസം പറ്റില്ല. പിന്നെ ഒരുപാട് ക്ഷീണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമായതുകൊണ്ട് തന്നെ എത്ര ഇളനീരാന്ന് കുടിച്ചതെന്നുള്ളതിന് എനിക്കൊരു കണക്കില്ലായിരുന്നു. അത്രയും ക്ഷീണമായിരുന്നു എനിക്ക് ഫസ്റ്റത്തെ 2 മാസം എന്ന് പറഞ്ഞാൽ. പിന്നെ 3-ാം മാസം ആയപ്പോഴേക്ക് ക്ഷീണമൊക്കെ കുറച്ച് കുറഞ്ഞു. പക്ഷെ എന്താ വെച്ചാൽ ഛർദിൽ പിന്നെ വന്നു. ഛർദിൽ പറഞ്ഞാൽ ഓക്കാനല്ലാണ്ട് ഛർദ്ദിക്കാൻ തുടങ്ങി. പിന്നെ വെറുതെ ദേഷ്യം വരിക, വെറുതെ സങ്കടം വരിക, ഓരോന്ന് ആലോചിച്ച് കൂട്ടുക. ഒന്നാമത് ഞാൻ ഇപ്പോൾ ഒരു ജോലിക്കും പോവാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ഓവറായിട്ട് ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നുള്ളത്. ഇപ്പം എന്തായാലും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല ഇടയ്ക്ക് ക്ഷീണമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലിന് ചെറുതായിട്ട് നീരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും, ഓവറായിട്ട് എനിക്ക് സംസാരിക്കുമ്പോൾ ഇപ്പോൾ കിതയ്ക്കുന്നുണ്ട്. കാരണം കൂടുതൽ നേരം സംസാരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല, ഒരു കിതപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ 4-ാം മാസം ഇതുവരെയുള്ള എൻ്റെ എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് എന്താവും എനിക്ക് അറിഞ്ഞൂടാ. സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ട്, എന്താവും എങ്ങനെയാവും എന്നൊക്കെ അറിയില്ല, അതുകൊണ്ടുള്ള ടെൻഷനാണ്. പിന്നെ ചേച്ചിമാരും അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഫസ്റ്റ് തന്നെ ആയതുകൊണ്ട്. പിന്നെ ഈ സമയത്ത് നമുക്ക് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ വേണമെന്നുള്ളതാണ്. ഭാഗ്യത്തിന് എൻ്റെ ഹസ്ബൻഡിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ആള് എന്താ പറയുക ഈ ഒരു കണ്ടീഷനോട് പൊരുത്തപ്പെടുന്ന ഒരാളാണ്, മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ രീതിക്കും പെരുമാറുന്ന, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. എന്നാലും പാവമാണ്, സഹിക്കുന്നുണ്ട്. കാരണം ഇമോഷണലി നമ്മൾ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ ചീത്ത പറയും, അത് സഹിക്കുന്നുണ്ട്, തിരിച്ചൊന്നും പറയുന്നില്ല പാവം. കാരണം ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാവുന്ന ഒരാളായതുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ
പിന്നെ എന്താ വെച്ചാൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ വീട്ടു ജോലി ചെയ്യുമ്പോഴായാലും ഫുഡിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യങ്ങൾക്കും എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആള് ക്യാമറേൻ്റെ മുന്നിൽ വരാൻ മാത്രം ഷൈ എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ആൾക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ഷെയർ ചെയ്യാനുള്ള ആ ഒരു പുതിയ ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് ഒരുപാട് നമ്മൾ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലുള്ള വീഡിയോസാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ പുതിയ ആളുകൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനി അങ്ങോട്ട് എനിക്ക് നിങ്ങളുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒക്കെ വേണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.